ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളിലെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളിലെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായ ഇന്നോവേറ്റർമാരുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സംവദിച്ചു. പ്രാദേശിക അനുഭവം, വ്യക്തിഗത സർഗാത്മകത എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന തലത്തിലെ നൂതനാശയങ്ങൾ സാമൂഹിക ഉന്നമനത്തിന് ഗുണകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1880 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോവോൾട്ടായിക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തിൽ 5000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കും. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരുന്നതിന് അംഗീകാരം നൽകി. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. कंप्लीट एक कॉम्प्रिहेंसिव व्यू लिया जाएगा. स्टेडियम हो, इंफ्रास्ट्रक्चर हो, ट्रेनिंग का प्रोग्राम हो, न्यूट्रिशन प्रोग्राम हो, मेंटोरशिप हो, उन सब के ऊपर एक बहुत केयरफुली क्राफ्टेड प्रोग्राम बनाया गया है. 29,000 करोड़ रुपीस की ये स्कीम है 5 इयर्स के लिए और ये सीधा वीव इन करेगी ओलंपिक, पैरा ओलंपिक और आगे कॉमनवेल्थ गेम्स को होस्ट करने वाले हैं 2030 में भारत में. उन सब के साथ ये वीव इन करेगी. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച ഇനി ചേരും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാവുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മാൽദീവ്സിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ ഫവാരയും ഇന്ത്യയുടെ UPIയും സംയോജിപ്പിച്ചുള്ള രാജ്യാന്തര പണമിടപാടുകൾക്ക് തുടക്കമായി. ഇതിലൂടെ മാൽദീവ്സിൽ നിന്നും ഇന്ത്യയിലേക്ക് തത്സമയം പണമയക്കാൻ സാധിക്കും. കൂടാതെ മാൽദീവ്സ് കറൻസിയായ റുഫിയ UPI വഴി ഇന്ത്യൻ രൂപയിൽ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യാനും കഴിയുമെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പൗരകേന്ദ്രീകൃതമായ നഗരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരാസൂത്രണത്തിൽ മന്ത്രാലയത്തിന്റെ സംരംഭങ്ങൾ നിർമ്മിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. നഗരാസൂത്രണം സംബന്ധിച്ച പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സൗഹൃദവും സാമ്പത്തിക ഉണർവുള്ള നഗരങ്ങൾ നിർമ്മിക്കുന്നത് പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഈ നിരക്ക് പ്രകാരം മാത്രമേ പലിശ നൽകാനും പാടുള്ളൂ. പുതുക്കിയ നിർദ്ദേശങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ആഗോളതലത്തിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഗോള ഡ്രഗ്സ് റെഗുലേറ്ററി കോൺക്ലേവ് ആഗോള ഫാർമസ്യൂട്ടിക്കൽ ഇന്നൊവേഷൻ ഹബ് എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. വിശദാംശങ്ങളിലേക്ക്. ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിന് മുലപ്പാൽ നൽകണം. ആദ്യത്തെ 6 മാസം വെള്ളമോ മറ്റ് ആഹാരങ്ങളോ നൽകാതെ സമ്പൂർണമായി മുലയൂട്ടണമെന്നും കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. 6 മാസത്തിനു ശേഷം പോഷകസമൃദ്ധമായ മറ്റ് ആഹാരങ്ങൾക്കൊപ്പം 2 വയസ്സുവരെയോ അതിൽ കൂടുതലോ മുലയൂട്ടൽ തുടരാം. ഇത് കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം നൽകുന്നതിനൊപ്പം അമ്മമാർക്ക് സ്തനാർബുദം, അണ്ഡാശയ അർബുദം, ടൈപ്പ് 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗുജറാത്തിലും മധ്യ മഹാരാഷ്ട്രയിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, കർണാടക, മാഹി, പഞ്ചാബ്, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ 100 കണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാർ ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഡാഗോയാണ് പ്രീതിയുടെ എതിരാളി. ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ലവ്പ്രീത് സിംഗിനെയും ഡിസ്കസ് ത്രോയിൽ വെങ്കലം നേടിയ സീമ കാലിറാമിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. തെക്കൻ ലബനനിൽ നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഹിസ്ബുള്ള സംഘം ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന പ്രധാന കേന്ദ്രമായി ഈ തുരങ്ക ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി IDF അവകാശപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിൽ ഇന്നലെ രാത്രി 4 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 9ഓളം പേർ മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.